ഞാൻ കഴിഞ്ഞ CPO ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടെ അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായിരിക്കുകയാണ്. ഞാൻ ഇവിടെ നാപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇവന്റ് പോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. 100% ഞാൻ ഉറപ്പ് പറയുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആദ്യത്തെ 5 ഇവന്റിൽ പാസ്സാകാൻ പറ്റിയത്. ഞാൻ 2 ഫിസിക്കൽ ടെസ്റ്റിന് പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 2ലും ആദ്യത്തെ വട്ടം എനിക്ക് 5 ഇവന്റിൽ 5 ക്ലിയർ ചെയ്യാൻ പറ്റി, ഫസ്റ്റ് 5. രണ്ടാമത്തെ വട്ടം 6 ലോങ് ജമ്പ് ഒഴികെ കാലിനൊരു വലി വന്ന കാരണം പിന്നീടുള്ള ആദ്യത്തെ 6ൽ 5 എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതിന് ഞാൻ 100% ഞാൻ പറയുന്നത് ഹരിസാറിൻ്റെ സപ്പോർട്ട് നാപ്റ്റു ഇല്ലായിരുന്നെങ്കിൽ എനിക്കിത് പാസ്സാകാൻ സാധിക്കുമായിരുന്നില്ല. പിന്നെ എനിക്ക് കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഹരിസാറിനോട് തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ നാറ്റിൽ പുതിയ ചേരാൻ വരുന്നവരോട് ഞാൻ ഉറപ്പ് പറയാം, ഫിസിക്കലി വീക്കായിരുന്ന എനിക്കിത് പാസ്സാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേർന്ന എല്ലാവർക്കും 100%, സാറ് പറയുന്ന പോലെ കേൾക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണ് നിങ്ങൾക്ക് ഇത് പാസ്സായി എടുക്കാൻ പറ്റും. എത്ര വീക്കായ ആളോ, എത്ര തടിച്ച ആളാണെങ്കിൽ, എത്ര ഫിസിക്കലി വീക്കായ ആളാണെങ്കിൽ, നിങ്ങൾ ഹൈറ്റും നിങ്ങൾക്ക് അവർ പറയുന്ന മെഷർമെൻറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് നേടിയെടുക്കാൻ പറ്റും. അതൊരു ഉറപ്പ് ഞാൻ തരുന്നത്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ഡെയിലി ഇവിടെ ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങുന്നത് രാവിലെ 6 മണിക്കാണ്. എത്തിയാൽ ഒരു 10 റൗണ്ട് അല്ലെങ്കിൽ ഒരു 4 കിലോമീറ്റർ മിനിമം സാറ് ഓടിക്കും. എന്നാൽ അതിൻ്റെ ഗുണം എനിക്ക് മനസ്സിലായത്, ഫിസിക്കൽ ടെസ്റ്റിൽ പങ്കെടുക്കുമ്പോൾ 100 പേര് ഫിസിക്കൽ ടെസ്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ കൂടെ വന്നവരെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യും. എനിക്ക് അവരിലൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ട് ഒട്ടും ഫീൽ ചെയ്തില്ല. ഗ്രൗണ്ട് ചലഞ്ചിങ് ആയി ഫീൽ ചെയ്തില്ല. ഇപ്പോൾ 1500 മീറ്റർ ഓടാനാണെങ്കിലും എനിക്ക് വലിയ ചലഞ്ചിങ് ഫീൽ ചെയ്തില്ല. അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ, സാർ ഈ രാവിലെ ഓടിക്കുന്ന ഈ 10 റൗണ്ടും ഞാൻ എപ്പോഴും സാറിനോട് ചോദിച്ചിട്ടുണ്ട്, സാർ എന്തിനാണ് ഞങ്ങൾക്ക് ഇവൻറ്റ്സ് ജയിച്ചുകൂടെ ഡയറക്റ്റ്, എന്തിനാ ഈ 10 റൗണ്ടൊക്കെ ഓടിക്കുന്ന കേൾക്കുമ്പോൾ സാർ എന്നോട് പറയും, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അവിടെ ഓരോ ഇവൻറ്റിലും അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കത് കറക്റ്റ് റിസൾട്ട് എനിക്ക് മനസ്സിലായതാണ്. എനിക്ക് ഓരോ ഇവൻറ്റും പങ്കെടുക്കുമ്പോൾ എൻ്റെ സ്റ്റാമിന ഒട്ടും കുറഞ്ഞില്ല. എനിക്ക് ആ ഗ്രൗണ്ടിൽ ശരിക്കും അത് ഫീൽ ചെയ്ത കേസാണ്. അതുകൊണ്ട് സാറ് പറയുന്ന പോലെ ചിട്ടയായ ഡിസിപ്ലിനോട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ 2 ഫിസിക്കൽ ടെസ്റ്റ് നേടിയെടുക്കാനായി എൻ്റെ കൂടെ നിന്ന് ഹരിസാറിനും നാപ്റ്റും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞു. പിന്നെ എൻ്റെ ഫാമിലി, A to Z ആൾക്കാർക്കും ഞാൻ നന്ദി പറഞ്ഞു. താങ്ക് യു സോ മച്ച്.